ഹലോ എവറി വൺ, എല്ലാവർക്കും ക്ലിയർ കട്ട് കോഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കെല്ലാവർക്കും ടെൻസുകളൊക്കെ, അതായത് ഭൂരിഭാഗം പേരും ഇപ്പോൾ ടെൻസൊക്കെ പഠിച്ചിരിക്കുന്നവരായിരിക്കും. ടെൻസ് പഠിച്ചു കഴിഞ്ഞാലും വീണ്ടും പറയാറുണ്ട്, ചില കുട്ടികൾ പറയാറുണ്ട്, ടെൻസ് എല്ലാം പഠിച്ചു എന്നാലും സംസാരിക്കാൻ നേരത്തെ അത് ഓർമ്മ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ട്രെയിനർ നമുക്ക് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. കാരണം നമ്മൾ എവിടെ തെറ്റ് വരുത്തുന്നോ അവരത് കറക്റ്റ് ചെയ്ത് തരും. അവർ കറക്റ്റ് ചെയ്താലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വീണ്ടും മിസ്റ്റേക്ക് വരുത്തും. പക്ഷേ വീണ്ടും അവർ ഒന്ന് രണ്ട് തവണ നമുക്ക് ക്ലിയർ ചെയ്ത് തരുമ്പോൾ നമ്മുടെ ബ്രെയിൻ അത് സ്റ്റോർ ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്ന് അത്തരം ഒരു ക്ലാസ്സാണ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ക്ലാസ്സിൻ്റെ ഒരു ഡെമോ സെക്ഷൻ വേണമെങ്കിൽ നമുക്കിവിടെ പറയാം. പക്ഷേ ഒരു ഡെമോ ക്ലാസ്, അതായത് ഒരു 1-on-1 ട്രെയിനിങ് കൊടുക്കുന്ന അത്രയും ഒരു എഫക്റ്റ് ചിലപ്പോൾ ഇതിന് കിട്ടിയെന്ന് വരില്ല. പക്ഷേ എന്നാലും ഇങ്ങനെ ആയിരിക്കും നമ്മളൊരു പേഴ്സണൽ ട്രെയിനറുമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. സോ പ്ലീസ് ട്രൈ ടു വാച്ച് ദിസ് വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു സിറ്റുവേഷൻ, ഏതൊരു ടെൻസും നമ്മൾ പഠിക്കാൻ ഈസിയാണ്. സ്ട്രക്ചർ പഠിച്ചു ഈസി അല്ല, നമ്മൾ കഷ്ടപ്പെട്ടിട്ടായാലും നമ്മൾ ടെൻസ് പഠിച്ചു, സ്ട്രക്ചർ പഠിച്ചു, എല്ലാം പഠിച്ചു. ഇതെങ്ങനെ യൂസ് ചെയ്യും? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മൾ സിമ്പിൾ ആണെന്ന് പറയുമെങ്കിൽ പോലും പക്ഷെ അത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, സാധാരണ ചെയ്യുന്ന കാര്യം അത് പറയാനാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അതൊരു പക്ഷെ ഒരു വ്യക്തിയുടെ ശീലമായിരിക്കാം. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം പറയാനാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഒരു വ്യക്തിയുടെ ശീലങ്ങൾ പറയാനും നമുക്ക് ഇതേ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യാം. ഇനി ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ തരാം. ഒരു ചെറിയൊരു എക്സാമ്പിൾ. വെക്കേഷൻ സമയത്ത് ഞാൻ എൻ്റെ അമ്മമ്മയുടെ വീട്ടിൽ പോവാറുണ്ട്. ചിലപ്പോൾ ഒരു വർഷത്തിലൊരിക്കലായിരിക്കാം, അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഗ്രാൻഡ്മയുടെ വീട്ടിൽ പോകുന്നുണ്ടാവാം. ഇതെല്ലാം എൻ്റെ ശീലമാണ്. വർഷത്തിലൊരിക്കലാണ് ഞാൻ ഗ്രാൻഡ്മയുടെ വീട്ടിൽ പോണതെന്നുണ്ടെങ്കിലും ആഴ്ചയിലൊരിക്കലാണ് ഞാൻ ഗ്രാൻഡ്മയുടെ വീട്ടിൽ പോണതെന്നുണ്ടെങ്കിലും ഇതെല്ലാം എന്താണ്? എൻ്റെ ശീലമാണ്. ഇതെല്ലാം എൻ്റെ ശീലമാണ്. അതേപോലെ തന്നെ ഞാൻ നോട്ട് നേരത്തിന് സബ്മിറ്റ് ചെയ്യാറുണ്ട്. എൻ്റെ ബ്രദർ ഫുട്ബോൾ കളിക്കാറുണ്ട്. അതെൻ്റെ ബ്രദറിൻ്റെ ശീലമാണ്, അല്ലേ? പിന്നെ വേറൊരെണ്ണം, ഞാൻ നേരത്തിന് എവിടെയും പോകാറില്ല. അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിലും അതെൻ്റെ ശീലമാണ്. നേരത്തിന് എവിടെയും പോവാറില്ല എന്ന് പറയുന്നത് അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിലും അതെൻ്റെ ശീലമാണ്, അല്ലേ? ഇതാണ് അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫോർമാറ്റ്, നമ്മൾ സാധാരണ ഒരു ബിഗിനർ ആണെങ്കിൽ ഏതൊരു സെൻറ്റൻസ് പറയുമ്പോഴും ഒന്നുകിൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലും അല്ലെങ്കിൽ നമ്മളത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ, അതായത് ഐ വിൽ ഗോ അല്ലെങ്കിൽ ഐ ആം ഗോയിങ്, ഈ ഒരു 2 ടെൻസ് വെച്ചിട്ടാണ് ഫുൾ ഇംഗ്ലീഷ് സംസാരിക്കുക ഒരു ബിഗിനറുടെ കാര്യം വരുമ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് കൂടി യൂസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഞാൻ പോവാറുണ്ട്, ഗ്രാൻഡ്മയുടെ വീട്ടിലേക്ക് ഞാൻ പോവാറുണ്ട് എന്ന് പറയുമ്പോൾ അതെൻ്റെ ശീലമാണ്. അപ്പം ഞാനത് എങ്ങനെയാണ് വെക്കേണ്ടത്? ഐ ഗോ എന്ന് വേണം ഞാൻ വെക്കാൻ. അതെൻ്റെ ശീലമാണല്ലോ. അപ്പം ഐ ഗോ എന്ന് വേണം ഞാൻ പറയാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഗ്രാൻഡ്മയുടെ വീട്ടിൽ പോയി എന്ന് പറയുമ്പം അത് കഴിഞ്ഞ കാര്യമാണല്ലേ. കഴിഞ്ഞ ഞായറാഴ്ച ഗ്രാൻഡ്മയുടെ വീട്ടിൽ പോയി എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഐ വെൻ്റ് ആണ് വെർബിൻ്റെ സെക്കൻഡ് ഫോം. അതായത് പോകാറുണ്ട്, നമ്മുടെ ശീലം പറയുമ്പോൾ ഐ ഗോ എന്നും, ഞാൻ പോയി കഴിഞ്ഞൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് പറയുന്നു എന്നുണ്ടെങ്കിൽ ഐ വെൻ്റ് എന്ന് ഉപയോഗിക്കുക. അതായത് കഴിഞ്ഞ ആഴ്ച പോയി അല്ലെങ്കിൽ കഴിഞ്ഞ വെക്കേഷന് പോയി എന്നൊക്കെ പറയുമ്പോൾ അത് കഴിഞ്ഞൊരു കാര്യത്തെ സൂചിപ്പിക്കുന്നു. സാധാരണ ഞാൻ പോവാറുണ്ട്, എൻ്റെ സാധാരണത്തെ ഞാൻ എൻ്റെ ഗ്രാൻഡ്മയുടെ വീട്ടിലേക്ക് പോവാറുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഐ ഗോ ആണ് ഉപയോഗിക്കേണ്ടത്. അതേപോലെ ഞാൻ ചായ കുടിക്കാറുണ്ട്, അതെൻ്റെ ശീലമാണല്ലേ. ഞാൻ പറയാം ഞാൻ ചായ കുടിക്കാറുണ്ട്, അതെൻ്റെ ശീലമാണ്. അപ്പോൾ ഐ ഡ്രിങ്ക്, സബ്ജക്റ്റും വെർബും മാത്രമേ പാടുള്ളൂ. ശീലം പറയുമ്പോൾ സബ്ജക്റ്റും വെർബിൻ്റെ ഫസ്റ്റ് ഫോമും. ഞാൻ ചായ കുടിക്കാറുണ്ട്, ഐ ഡ്രിങ്ക് ടീ. ഇനി ഞാൻ ചിലപ്പോൾ ചായ ഒന്നും കുടിക്കാത്ത ഒരാളായിരിക്കും, എനിക്ക് അങ്ങനെ ഒരു ശീലമോ സാധാരണ ഒരു കാര്യം ഞാൻ ചെയ്യാത്തതാണ്. പക്ഷെ കഴിഞ്ഞ ആഴ്ച ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പോൾ ഞാൻ ചായ കുടിച്ചു. അതെന്താ? അത് കഴിഞ്ഞ കാര്യമാണ്. ബട്ട് എഗെയിൻ അത് കഴിഞ്ഞ കാര്യമാണ്, അല്ലേ? കഴിഞ്ഞ ആഴ്ച ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പോൾ ഞാൻ ചായ കുടിച്ചു, അതെൻ്റെ ശീലമല്ല. കഴിഞ്ഞ ആഴ്ച ചിലപ്പോൾ മേ ബി ആൻറ്റിയുടെ കമ്പൽഷൻ കാരണമായിരിക്കും ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഒരിക്കലും അത് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം കുടിച്ചത് അല്ലെങ്കിൽ ഞാൻ സാധാരണ ചെയ്യുന്നൊരു കാര്യമല്ല. ആൻറ്റിയുടെ വീട്ടിൽ പോകുന്നു, ആൻറ്റി നിർബന്ധിക്കുന്നു, ചായ കുടിക്കുന്നു, അപ്പോൾ കഴിഞ്ഞൊരു കാര്യത്തെക്കുറിച്ചാണ്. അപ്പോഴാണ് ഞാൻ ഐ ഡ്രാങ്ക് ടീ എന്ന് പറയേണ്ടത്, അല്ലേ? ഞാൻ ചായ കുടിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ എന്താ പറയേണ്ടത്? ഐ ഡ്രിങ്ക് ടീ. ഇനി ഞാൻ ചായ കുടിച്ചു, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ എവിടെ നിന്നോ കുടിച്ചു, അല്ലെങ്കിൽ ഇന്ന് കുടിച്ചു, ഇന്ന് രാവിലെ ആൻറ്റിയുടെ വീട്ടിൽ പോയി, അപ്പം ഞാൻ ഇന്ന് കുടിച്ചു. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, പ്രസൻറ്റ് എന്ന് വെച്ചാൽ ഇന്നും, പാസ്റ്റ് എന്ന് വെച്ചാൽ ഇന്നലെയും, ഫ്യൂച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെയും അല്ല.
നമ്മൾ ഒരു പ്രവൃത്തിയുടെ ബേസിലാണ് നമ്മൾ കണക്കാക്കുന്നത്. ഏതൊരു പ്രവൃത്തിയാണോ, ഇപ്പം ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിച്ചു, അതിപ്പോൾ കഴിഞ്ഞു, അപ്പോൾ അത് കഴിഞ്ഞ കാര്യമാണ്, അത് പാസ്റ്റാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത ശേഷം ഞാനിനി പോയിട്ട് ഗ്ലാസ് വെള്ളം കുടിക്കും, അത് ഫ്യൂച്ചറാണ്, അതിന് നാളെ ആവണമെന്നില്ല. അപ്പോൾ ചില കുട്ടികൾക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവാറുണ്ട്, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു തന്നത്. ഓക്കെ, അതേപോലെ ഇപ്പം ഞാൻ പറയാണ്, ഞാൻ എന്താ ചെയ്യാറില്ല, ഫുട്ബോൾ കളിക്കാറില്ല എന്ന് പറഞ്ഞാൽ അതും എൻ്റെ ശീലമാണ്. അതായത് എനിക്ക് അങ്ങനെ ഒരു ശീലമില്ല, ഞാൻ സാധാരണ അങ്ങനെ ചെയ്യാറില്ല, അതെൻ്റെ ശീലം തന്നെയാണ്. അതായത് നമ്മൾ എന്തിൻ്റെ നെഗറ്റീവാണത്? അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ നെഗറ്റീവാണത്. ഞാൻ ഫുട്ബോൾ കളിക്കാറില്ല, അപ്പോൾ സാധാരണ ചെയ്യാറില്ല, അതായത് ശീലമില്ല എന്നൊക്കെ പറയുമ്പോൾ ഐ ഡോണ്ട് വേണം കൊടുക്കാൻ. ഐ ഡോണ്ട്, ശീലമില്ല, സാധാരണ ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നലെ ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പോൾ ഞാൻ ചായ കുടിച്ചു, കഴിഞ്ഞ കാര്യമാണ്, ഇന്നലത്തെ കാര്യമാണ്. ഐ ഡ്രാങ്ക് ടീ, ഇനി കുടിച്ചില്ല എന്നാണെങ്കിലോ, കുടിച്ചില്ല എന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രവൃത്തി ഞാൻ മുന്നേ ചെയ്തില്ല എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയണം? ഐ ഡിഡിൻ ഡ്രിങ്ക് ടീ എന്ന് വേണം പറയാൻ. സാധാരണ ചായ കുടിക്കാറില്ലെങ്കിലോ ഐ ഡോണ്ട് ഡ്രിങ്ക് ടീ എന്ന് വേണം പറയാൻ. ഓക്കെ, അപ്പോൾ സാധാരണ കാര്യം ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ ഡു, അല്ലെങ്കിൽ അപ്പോൾ ഡോണ്ട്, റൈറ്റ്? ഇനി ഒരു കാര്യം മുന്നേ ചെയ്തില്ല എന്ന് പറയുമ്പോൾ ഡിഡിൻറ്റ്. ഞാൻ അവനെ കണ്ടില്ല. നിങ്ങൾ ആ സെൻറ്റൻസ് ഒന്ന് നോക്കിയേ. ഞാൻ അവനെ കണ്ടില്ല. കണ്ടില്ല എന്ന് പറയുമ്പോൾ കാണാറില്ല എന്നല്ല അർത്ഥം. ചിലപ്പോൾ അത് കൂടെ പോണ വഴിക്കെങ്ങാനും അവനെ കണ്ടില്ല എന്നാണ് പറയണത്. മുന്നേ ഒരു സമയത്ത് ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തില്ല. മുന്നത്തെ കാര്യമായതുകൊണ്ട്, അതായത് പാസ്റ്റിലെ കാര്യമായതുകൊണ്ട് നമ്മളതിനെ എങ്ങനെ പറയണം? ഐ ഡിഡൻറ്റ് സീ ഹിം എന്ന് വേണം പറയാൻ. സാധാരണ ഞാൻ അവനെ കാണാറില്ല എന്നാണെങ്കിലോ, സാധാരണത്തെ കാര്യം പറയാൻ ഡോണ്ട് വേണം കൊടുക്കാൻ. ഐ ഡോണ്ട് സീ ഹിം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അതേപോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വർക്കൗട്ട് ചെയ്യാറുണ്ട്, ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാറുണ്ട്, അതെൻ്റെ ഒരു ശീലമാണ്. അപ്പോൾ ഐ വർക്കൗട്ട് ഇൻ ടു ജിം. ഇനി വേറൊരെണ്ണം എന്താ? ഞാൻ ഇന്നലെ വർക്കൗട്ട് ചെയ്തില്ല, അത് ഇന്നലത്തെ കാര്യമാണ്. അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ വർക്കൗട്ട് ചെയ്തില്ല, അത് ചെയ്യേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞു പോയി. അപ്പോൾ ഐ ഡിഡിൻ വർക്കൗട്ട് ഇൻ ടു ജിം. ഒരു പ്രത്യേക സമയം, ഇപ്പം വർക്കൗട്ട് ചെയ്യുന്ന സമയം ഒരു 6 മണി, രാവിലെ 6 മണിയാണെങ്കിൽ ഞാൻ ആ സമയത്ത് ചെയ്തില്ല എന്ന് ഇപ്പോൾ ഞാനിരുന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യുക ഒരു 8 മണിയാണ്, 6 മണിക്ക് ചെയ്യേണ്ടത് ഇന്ന് ഞാൻ ചെയ്തില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ സമയത്ത് ഞാനൊരു പ്രവൃത്തി ചെയ്തില്ല എന്നാണ്. അപ്പോഴും ഐ ഡിഡിൻ വർക്കൗട്ട് ഇൻ ദ ജിം. ഇനി ഞാൻ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നിങ്ങളത് ആൻസർ ചെയ്ത് ശ്രമിക്കൂ. ഇപ്പം നിങ്ങൾ സാധാരണ ഷോപ്പിങ്ങിന് പോവാറില്ല, എങ്ങനെയാണ് ഈ സെൻറ്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യുക? നിങ്ങൾ സാധാരണ ഷോപ്പിങ്ങിന് പോവാറില്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമില്ല, സാധാരണ ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ ഡോണ്ട് ആണ് വെക്കേണ്ടത്, അല്ലേ? ഐ ഡോണ്ട് ഗോ ഫോർ ഷോപ്പിംഗ്. ഇനി ചിലപ്പോൾ പോകുന്ന ആളായിരിക്കും, അപ്പോൾ ഇന്നലെ ഞാൻ ഷോപ്പിങ്ങിന് പോയില്ല എന്നാണെങ്കിലോ, പോയില്ല, മുന്നേ ഒരു കാര്യം ചെയ്തില്ല എന്നാവുമ്പോൾ ഐ ഡിഡിൻ ഗോ ഫോർ ഷോപ്പിംഗ് ആണ് വരേണ്ടത്. ഇനി നമുക്കിത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ടെൻസും മിക്സപ്പ് ചെയ്ത് നമ്മൾ പഠിക്കണം, എല്ലാതും. അതായത് ഒരു കാര്യം നമ്മൾ സംസാരിക്കുകയാണ്, ഇപ്പോൾ സംസാരിക്കുക മലയാളത്തിലാണെങ്കിൽ നിങ്ങൾ എങ്ങനെ സംസാരിക്കും? ഞാൻ സാധാരണ ചായ കുടിക്കാറില്ല, എന്നാലും ഇന്നലെ ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പോൾ ആൻറ്റി നിർബന്ധിച്ചപ്പോൾ ഞാൻ കുറച്ച് ചായ കുടിച്ചു, അല്ലേ? അപ്പോൾ യൂഷ്വലി ഞാൻ ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ ഡോണ്ട് വരുമോ ഡിഡിൻറ്റ് വരുമോ? നിങ്ങൾ തന്നെ നോക്കൂ. ഈ സാധാരണ ചെയ്യാറില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ശീലമില്ല എന്ന് പറയാൻ നമ്മൾ ഡോണ്ട് അല്ലേ യൂസ് ചെയ്യുക. സോ നോർമലി ഐ ഡോണ്ട് ഡ്രിങ്ക് ടീ, പക്ഷേ ഇന്നലെ ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പോൾ ബട്ട് വെൻ ഐ വെൻറ്റ് ടു ആൻറ്റീസ് ഹോം യെസ്റ്റർഡേ, ഞാൻ ചായ കുടിച്ചു. സാധാരണ ശീലം ഉണ്ടെന്നല്ല, ഞാനൊരു പ്രവൃത്തി പാസ്റ്റിൽ ചെയ്തു എന്നാണ്. ഐ ഡ്രാങ്ക് ടീ. വെൻ ഐ വെൻറ്റ് ടു ആൻറ്റീസ് ഹൗസ് യെസ്റ്റർഡേ ഐ ഡ്രാങ്ക് ടീ. സാധാരണ കുടിക്കാറില്ല പറയുമ്പോൾ ഐ ഡോണ്ട് ഡ്രിങ്ക് ടീ. പക്ഷേ ഇന്നലെ ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പോൾ ഞാൻ എന്ത് ചെയ്തു? കുടിച്ചു. ഐ ഡ്രാങ്ക് ടീ, അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസും കമ്പൈൻ ചെയ്തുകൊണ്ട് വരുന്നത്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കൊരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നത് വരെ നിങ്ങൾക്കിത് പറഞ്ഞ് മനസ്സിലാക്കി തരും. അതുവഴി നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് അത് പഠിക്കാനും സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇൻഡിവിജ്വൽ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നേരിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, മാത്രമല്ല നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.